ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. കിസാൻ റെയിലിന്റെ 100ാം സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം അവസരമായി കാണണമെന്ന് പ്രധാനമന്ത്രി. ഡ്രൈവർ രഹിത മെട്രോ റെയിൽ സർവീസിന് ശ്രീ മോദി തുടക്കം കുറിച്ചു. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 2.7 ലക്ഷമായി കുറഞ്ഞു. കേരളത്തിൽ ഇന്ന് 3047 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 4172 രോഗമുക്തർ. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണത്തലവന്മാരെ തെരഞ്ഞെടുത്തു. ICCയുടെ ദശാബ്ദത്തിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം വിരാട് കോഹ്ലിക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 100ാമത്തെ കിസാൻ ട്രെയിൻ സർവീസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ചക്കൊടി കാട്ടി. മഹാരാഷ്ട്രയിലെ സംഗോളയിൽ നിന്ന് പശ്ചിമബംഗാളിലെ ഷാലിമാറിലേക്കുള്ള കിസാൻ ട്രെയിൻ സർവീസാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തിന്റെ വികസനത്തിൽ കർഷകർ പ്രധാന പങ്കുവഹിക്കുന്നവരാണെന്നും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ കാർഷിക പരിഷ്കാരങ്ങളിലൂടെയും ഈനാം പോലുള്ള പദ്ധതികളിലൂടെയും ഒരു രാഷ്ട്രം ഒരു കാർഷിക വിപണി എന്ന ദിശയിലേക്ക് രാജ്യം നീങ്ങുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലും പങ്കെടുത്തു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നിശ്ചിത സ്ഥലങ്ങളിലേക്ക് കേടുകൂടാതെ എത്തിക്കാൻ കിസാൻ ട്രെയിനിന് കഴിയും. ഇവയുടെ ചരക്കു നീക്കത്തിന് 50% സബ്സിഡിയും ലഭ്യമാക്കും. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം വെല്ലുവിളിയായി കാണാതെ അവസരമായി കാണണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹി മെട്രോയുടെ മജന്ത ലൈനിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർ രഹിത ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി പ്രിയ സുബലക്ഷ്മി. ഡ്രൈവർ രഹിത ട്രെയിൻ സർവീസ് ജനക്പുരി വെസ്റ്റിനെ ബൊട്ടാനിക്കൽ ഗാർഡൻ മെട്രോ സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കും. എയർപോർട്ട് എക്സ്പ്രസ് ലൈനിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ദേശീയ കോമൺ മൊബിലിറ്റി കാർഡ് സേവനവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ദേശീയ കോമൺ മൊബിലിറ്റി കാർഡ് രാജ്യത്തിന്റെ ഏതു ഭാഗത്തു നിന്നും നൽകുന്ന റൂപേ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് യാത്രക്കാരെ എയർപോർട്ട് എക്സ്പ്രസ് ലൈനിൽ യാത്ര ചെയ്യാൻ പ്രാപ്തരാക്കും. മെട്രോ ഉൾപ്പെടെയുള്ള ആധുനിക ഗതാഗത മാർഗങ്ങൾ നഗരത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായിരിക്കണമെന്നും വിവിധ നഗരങ്ങളിലെ വിവിധതരം മെട്രോ റെയിലുകൾ സർക്കാർ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ലൈറ്റ് മെട്രോ സർവീസുകൾ വികസിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാര്യമായ പുരോഗതി കൈവരിച്ചു. 2014 5 നഗരങ്ങളിലാണ് മെട്രോ ട്രെയിനുകൾ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ 18 നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 25-ലധികം നഗരങ്ങളിലേക്ക് മെട്രോ സർവീസുകൾ വ്യാപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ ഗതാഗതത്തിന് ഏകീകൃത പ്രവേശനം ഉറപ്പാക്കുന്നതിലെ പ്രധാന ഘട്ടമാണ് ദേശീയ കോമൺ മൊബിലിറ്റി കാർഡെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കിഴക്കൻ മേഖലയ്ക്കായുള്ള പ്രത്യേക ചരക്ക് ഇടനാഴിയുടെ പുതിയ ഭാവ്പൂർ ഖർജ സെഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11-ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടന ചടങ്ങ്. പ്രയാഗ്രാജിൽ സ്ഥിതി ചെയ്യുന്ന ഇടനാഴി നിർവഹണ നിയന്ത്രണ കേന്ദ്രവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 5750 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ചരക്ക് ഇടനാഴിയുടെ പുതിയ പാതയ്ക്ക് 351 കിലോമീറ്ററാണ് ദൈർഘ്യം. അലുമിനിയം, ക്ഷീരം, വസ്ത്രനിർമ്മാണം, ഗ്ലാസ് ഉപകരണം, കളിമൺ തുടങ്ങിയ പ്രാദേശിക വ്യവസായങ്ങൾക്ക് ഈ ഇടനാഴി പുതിയ അവസരങ്ങൾ തുറന്നു നൽകും. 68ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതിമ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനാച്ഛാദനം ചെയ്തു. അരുൺ ജെയ്റ്റ്ലി ഒരു മികച്ച പാർലമെന്റേറിയനായിരുന്നുവെന്നും നിരവധി മേഖലകളിൽ മികവ് പുലർത്തിയ വ്യക്തിയായിരുന്നുവെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ക്രിക്കറ്റിലെ ഇതിഹാസ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിന് നേരത്തെ അരുൺ ജെയ്റ്റ്ലിയുടെ പേര് നൽകിയിരുന്നു. ഇവിടെ നിന്ന് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഏറെ സന്തോഷം പകരുന്നുവെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. രാജ്യത്തെ 8 കടൽ തീരങ്ങൾക്ക് നീല പതാക സർട്ടിഫിക്കേഷൻ ലഭിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ. ഡെൻമാർക്കിലെ പരിസ്ഥിതി വിദ്യാഭ്യാസ ഫൌണ്ടേഷൻ നൽകുന്ന പരിസ്ഥിതി ലേബലാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. 33 കർശന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവിധ രാജ്യങ്ങൾക്ക് ഈ ആഗോള അംഗീകാരം നൽകുന്നത്. തീരപ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ദേശീയ തലത്തിലുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ 8 കടൽ തീരങ്ങളിൽ നീല പതാക സ്ഥാപിച്ചു. രാജ്യത്തിന്റെ അഭിമാന നിമിഷങ്ങളിൽ ഒന്നാണിതെന്ന് പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ നാളെ മുതൽ അതിശീത തരംഗത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തണുത്ത വരണ്ട കാറ്റ് അന്തരീക്ഷ താപനില കുറയാൻ കാരണമാകും. നാളെ മുതൽ ജനുവരി 1 വരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു.
കൊറോണ വൈറസിനെതിരായ വാക്സിനേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രിൽ ഇന്ന് രാജ്യത്ത് ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ്, അസം എന്നീ 4 സംസ്ഥാനങ്ങളിലാണ് ഇന്നും നാളെയും മോക്ക് ഡ്രിൽ നടത്തുന്നത്. കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിലെ ആശുപത്രികളിൽ സമ്മർദ്ദം കൂടുകയാണ്. ചികിത്സ ആവശ്യമുള്ള രോഗികളുടെ എണ്ണം കൂടുന്നത് ആശുപത്രി ജീവനക്കാർക്കും കടുത്ത വെല്ലുവിളിയായി മാറുകയാണ്. ഞായറാഴ്ച യുകെയിൽ 30,501 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 316 മരണവും രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.83% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 20,000-ഓളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 21,000-ഓളം പേർ രോഗമുക്തരായി. രാജ്യത്ത് ഇന്നലെ 279 മരണവും സ്ഥിരീകരിച്ചു. നിലവിൽ 2,70,000 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഇന്ന് പ്രത്യേക യോഗം വിളിച്ചു. ജില്ലാ കളക്ടർമാരും ആരോഗ്യ വിദഗ്ധരും യോഗത്തിൽ പങ്കെടുത്തു. യുകെയിൽ നിന്ന് മടങ്ങിയെത്തിയ ചിലർ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ സ്വീകരിച്ച പ്രതിരോധ നടപടികളെപ്പറ്റി ആരോഗ്യ സെക്രട്ടറി ജെ രാധാകൃഷ്ണൻ വിശദീകരിച്ചു. തമിഴ്നാട്ടിൽ ഘട്ടം ഘട്ടമായി സ്കൂൾ തുറക്കുന്നതിനെപ്പറ്റി മുഖ്യമന്ത്രി അഭിപ്രായം തേടി. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും യോഗം ചർച്ച ചെയ്തു. തെലങ്കാനയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 551 പേർ കൂടി കോവിഡ് മുക്തരായതോടെ രോഗമുക്തി നിരക്ക് 97.27% ഉയർന്നു. ഇന്നലെ 205 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1533 പേരാണ് തെലങ്കാനയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്ത് ഏറ്റവും കുറച്ച് കോവിഡ് ബാധിതരുള്ള മേഘാലയയിൽ കഴിഞ്ഞ ദിവസം 3 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 30 പേർ സുഖം പ്രാപിച്ചതായി ആരോഗ്യ സേവന ഡയറക്ടറേറ്റ് അറിയിച്ചു. നിലവിൽ 199 പേർ ആണ് മേഘാലയയിൽ ചികിത്സയിൽ കഴിയുന്നത്. മരണസംഖ്യ 138. 13,042 പേർ രോഗമുക്തരായി. ഇതുവരെ 13,379 പേർക്കാണ് മേഘാലയയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ഇന്ന് 3,047 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4,172 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 32,869 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 9.27. 14 മരണവും കോവിഡ് ബാധിച്ചാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെ ആകെ മരണം 2,990 ലോകത്താകമാനം 8,12,00,000-ലധികം പേരാണ് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത്. 17,73,000-ഓളം പേർ ഇതുവരെ കോവിഡ് ബാധിച്ചു മരിച്ചു. 5 കോടിയിലധികം പേർ രോഗമുക്തരായി. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഭരണത്തലവന്മാരെ തെരഞ്ഞെടുത്തു. നഗരസഭകളിലെയും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും നയിക്കേണ്ടവരെയാണ് തെരഞ്ഞെടുത്തത്. 21-കാരി ആര്യ രാജേന്ദ്രനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. PK രാജുവാണ് ഡെപ്യൂട്ടി മേയർ. കൊല്ലം കോർപ്പറേഷൻ മേയറായി പ്രസന്ന ഏണസ്റ്റും ഡെപ്യൂട്ടി മേയറായി കൊല്ലം മധുവും തെരഞ്ഞെടുക്കപ്പെട്ടു. M. അനിൽകുമാറാണ് കൊച്ചി മേയർ. KA അൻസിയ ഡെപ്യൂട്ടി മേയർ. തൃശൂരിൽ MK വർഗീസ് മേയറാകും. രാജശ്രീ ഗോപനാണ് ഡെപ്യൂട്ടി മേയർ. കോഴിക്കോട് കോർപ്പറേഷനിൽ മേയറായി LDF-ലെ ബീന ഫിലിപ്പും ഡെപ്യൂട്ടി മേയറായി CP മുസഫർ അഹമ്മദും തെരഞ്ഞെടുക്കപ്പെട്ടു. TO മോഹനനാണ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ. K. ഷബീന ഡെപ്യൂട്ടി മേയറായി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ ദശാബ്ദത്തിലെ മികച്ച താരത്തിനുള്ള സർ ഗാരി ഫീൽഡ് സോബേഴ്സ് പുരസ്കാരം ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിക്ക്. പതിറ്റാണ്ടിലെ മികച്ച ഏകദിന താരമായും കോഹ്ലി തിരഞ്ഞെടുക്കപ്പെട്ടു. മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി ദശാബ്ദത്തിലെ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം സ്വന്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. 2ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് ബാക്കിയുള്ള ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ 2 റൺസിന്റെ ലീഡ് നേടി. 3ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ഓസ്ട്രേലിയ 6 വിക്കറ്റിന് 133 റൺസ് എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കിസാൻ റെയിലിന്റെ 100ാം സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം അവസരമായി കാണണമെന്ന് പ്രധാനമന്ത്രി. ഡ്രൈവർ രഹിത മെട്രോ റെയിൽ സർവീസിന് ശ്രീ മോദി തുടക്കം കുറിച്ചു. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 2.7 ലക്ഷമായി കുറഞ്ഞു. കേരളത്തിൽ ഇന്ന് 3,047 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 4,172 രോഗമുക്തർ. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണത്തലവന്മാരെ തെരഞ്ഞെടുത്തു. ICCയുടെ ദശാബ്ദത്തിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം വിരാട് കോഹ്ലിക്ക്. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.